Hello friends, Assalamualaikum. Welcome back to our channel. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണോ വിചാരിക്കുന്നു. അപ്പോൾ 2-3 ദിവസമായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ പേരായിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് വീഡിയോസ് ഇടാത്തതെന്ന്. അപ്പോൾ നമുക്ക് കുറച്ച് ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂസ് വന്നതുകൊണ്ടാണ് നമ്മൾ ഇടാഞ്ഞത്. അതായത് ഈ വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ടൊക്കെ വേണമല്ലോ ഇടാനായിട്ട്. അപ്പോൾ എഡിറ്റിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഞാനിന്ന് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. എങ്ങനെ നമുക്ക് പെയിൻറ്റിങ് കളർ വീട്ടിൽ റെഡിയാക്കി എടുക്കാമെന്നുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി സക്സസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് കുട്ടികൾക്ക് കളർ ചെയ്യാനായിക്കോട്ടെ, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞ് ആർട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇത് യൂസ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഹോം മെയ്ഡ് പെയിൻറ്റിങ് കളർ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു ഹോം മെയ്ഡ് കളർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് വേണ്ടത് പൗഡർ, അതുപോലെ തന്നെ ഗ്ലൂ, പിന്നെ കുറച്ച് വെള്ളം. പൗഡർ പറയുമ്പോൾ നമ്മൾ മുഖത്തിടുന്ന പൗഡർ ഉണ്ടല്ലോ, അത് തന്നെയാണ്. അപ്പോൾ ഇത് മൂന്നും ഉണ്ടായാൽ മതി നമുക്കൊരു ബേസിക് കളർ സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ പൗഡർ എത്രത്തോളമാണോ നമ്മൾ എടുക്കുന്നത് ആ ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെ ഗ്ലൂവും ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് എത്രത്തോളം പെയിൻറ്റ് ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് വേണം ഇതൊക്കെ ആഡ് ചെയ്യാനായിട്ട്. ഒരു കാര്യം ശ്രദ്ധിക്കണം, എത്രയാണോ നമ്മൾ പൗഡർ എടുക്കുന്നത് അത്രയും തന്നെ ആയിരിക്കണം ഗ്ലൂവും. രണ്ടും സെയിം ക്വാണ്ടിറ്റി ആയിരിക്കണം. അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂടാനോ കുറയാനോ ഒന്നും പാടില്ല. അപ്പോൾ പൗഡറും അതുപോലെ തന്നെ ഗ്ലൂവും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഡ്രൈ ഫോമിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വെള്ളം ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, വെള്ളം അധികമായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടില്ല പെയിൻറ്റിൻ്റെ. അപ്പോൾ സൂക്ഷിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ വെള്ളം ആഡ് ചെയ്താൽ മതിയാവും, ചെറിയൊരു ക്വാണ്ടിറ്റിയിലുള്ളതാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് മൂന്നും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പെയിൻറ്റിൻ്റെ കൺസിസ്റ്റൻസി കിട്ടും. അപ്പോൾ ഒരു പെയിൻറ്റിൻ്റെ ഫോമിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഹോം മെയ്ഡ് പെയിൻറ്റിങ് കളർ ഉണ്ടാക്കാനായിട്ട്. വളരെ സിമ്പിളാണ്. ഞാനിവിടെ 4 കളേഴ്സാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 4 കുഞ്ഞി പാത്രങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സെപ്പറേറ്റ് കളേഴ്സിന് വേണ്ടിയിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പെയിൻറ്റിൻ്റെ ബോട്ടിലാണെങ്കിലും യൂസ് ചെയ്തിട്ട് അതിലേക്ക് ആക്കി വെച്ചാലും മതി. പിന്നീട് എടുത്ത് നമുക്ക് യൂസ് ചെയ്യാം. വൈറ്റ് കളർ റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ 4 സെപ്പറേറ്റ് ബോട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കാണ് നമുക്ക് ഏത് കളറാണോ ആവശ്യം അതിനുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ആ കളർ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. റെഡ് ഷെയ്ഡ്, അതുപോലെ തന്നെ യെല്ലോ, പിന്നെ ഒരു ബ്രൗൺ ഷെയ്ഡ്, ഈ 3 കളേഴ്സാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ റെഡിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ബീട്രൂട്ട് ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് അരച്ച് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മുടെ വൈറ്റ് കളറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എത്രത്തോളം ഡാർക്ക് ഷെയ്ഡ് വേണം അതിനനുസരിച്ചിട്ടുള്ള ജ്യൂസിൻ്റെ അളവും നിങ്ങൾക്ക് കൂട്ടാം. ഇപ്പം നമ്മൾ ആഡ് ചെയ്യുന്ന ബീട്രൂട്ടിൻ്റെ നീരിലൊന്നും ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. വെള്ളം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പെയിൻറ്റിൻ്റെ പ്രോപ്പർട്ടി മിസ്സായി പോവും. അപ്പോൾ റെഡ് ഷെയ്ഡ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് കളർ യെല്ലോ ആണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ്. അത് ആ ഒരു വൈറ്റ് പെയിൻറ്റിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. മഞ്ഞൾപ്പൊടി കൂടുതൽ ആഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് യെല്ലോൻ്റെ ഷെയ്ഡ് ഇത്തിരി കൂടി ഡാർക്കായിട്ട് വരും. അപ്പോൾ 2 ഷെയ്ഡ്സ് നമുക്ക് കിട്ടി. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് ബ്രൗൺ കളറാണ്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് കോഫി പൗഡറാണ്. കോഫി പൗഡറിൻ്റെ ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് ബ്രൗൺ ഷെയ്ഡിൻ്റെ ഡാർക്ക്നെസ് നമുക്ക് കൂട്ടാം.
അപ്പോൾ 4 കളേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എത്ര ഷെയ്ഡ്സ് വേണമെങ്കിലും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഗ്രീൻ കളർ വേണമെന്നുണ്ടെങ്കിൽ മുരിങ്ങയിൽ അല്ലെങ്കിൽ ചീരയുടെ ഇലയൊക്കെ ഇതുപോലെ മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ ബ്ലാക്ക് ഇങ്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് കളർ കിട്ടും. പിന്നെ ഉജാല യൂസ് ചെയ്തിട്ട് നമുക്ക് ബ്ലൂ കളർ ഉണ്ടാക്കാം. പിന്നെ ഫുഡ് കളേഴ്സ് ഇഷ്ടംപോലെ അവൈലബിൾ ആണല്ലോ, അപ്പോൾ അത് ആഡ് ചെയ്താലും നമുക്ക് ഇതുപോലെ വെറൈറ്റി ഷെയ്ഡ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരു കുഞ്ഞു വീഡിയോ ആണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ക്രിയേഷൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. See you with another one. Until then, take care. Assalamu alaikum.